നമസ്കാരം, എൻ്റെ പേര് അജിത് കുമാർജി. ബൊഹീമിയൻ ലൈഫ് സ്റ്റൈൽ എന്ന കമ്പനിയുടെ CEO ആണ്. ബൊഹീമിയൻ ലൈഫ് സ്റ്റൈലിൻ്റെ അണ്ടറിൽ വരുന്ന ടാർഗറ്റ് 3 കൺസൾട്ടിങ്ങിൻ്റെ AI പവർഡ് ബിസിനസ് കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്തു വരുന്നു. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പെർസ്യൂ ഹാപ്പിനെസ് വിത്ത് ഡോക്ടർ ശ്രീജിത്ത് M. ചെറുവിളാകം എന്ന എപ്പിസോഡ് നിങ്ങൾ കണ്ടു കാണുമല്ലോ. അതിന് തുടർച്ചയായിട്ട് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന മൈൻഡിനെ പറ്റിയാണ്. മൈൻഡിൻ്റെ പല ലെയേഴ്സ്, മൈൻഡ് എങ്ങനെ ചിന്തിക്കുന്നു, മൈൻഡിനെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം, മൈൻഡിനെ കൺട്രോൾ ചെയ്യുന്നതിന് ശേഷം നമുക്ക് എന്തെല്ലാം ബെനിഫിറ്റ്സ് കിട്ടും എന്നുള്ളതിനെ പറ്റി സംസാരിക്കാൻ ഞാൻ ഡോക്ടർ ശ്രീജിത്ത് M. ചെറുവിളാകത്തിനെ ക്ഷണിക്കുന്നു. ഹലോ, ഞാൻ ഡോക്ടർ ശ്രീജിത്ത് M. ചെറുവിളാകം, കൺസൾട്ടൻറ്റ് ഇൻ സൈക്കാട്രി ആൻഡ് ബിഹേവിയറൽ മെഡിസിൻ. ഇപ്പം മനസ്സിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത്. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞു തന്ന മൈൻഡിനെ പറ്റിയാണ്. നമുക്ക് കാഷ്വലായിട്ട് സംസാരിക്കാം. ഡോക്ടർ ഇപ്പോൾ നമുക്കൊരു വി വിൽ ഡു ആൻ എക്സസൈസ്. അപ്പം ഞാനാണ് മൈൻഡിൻ്റെ പേഷ്യൻ്റ് എന്ന് ചിന്തിച്ച് ഡോക്ടറെ എന്നെ ഒന്ന് ചികിത്സിക്കാൻ നോക്കുക. സോ ഐ വിൽ ഹാവ് ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്. സോ യു ക്യാൻ ഗൈഡ് മീ ആൻഡ് ഗൈഡ് ഓൾ ഓഫ് എസ് ഹു ആർ സീയിങ് ദിസ് എപ്പിസോഡ്. സോ മൈൻഡിനെ പറ്റിയുള്ള എൻ്റെ എല്ലാ കൺഫ്യൂഷനും ഡോക്ടർ തീർത്ത് തരുമെന്ന് എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. അപ്പോൾ നമുക്ക് എപ്പിസോഡിലേക്ക് കിടക്കാം. അപ്പോൾ ഡോക്ടർ, ഈ മൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെരി ഗുഡ് ക്വസ്റ്റ്യൻ അല്ലേ? മനസ്സ് എന്താണ്? മനസ്സ് പറയൂ. എന്താണ് ഐഡിയ? എന്താ മനസ്സ് എന്താണെന്നുള്ള? മനസ്സ് ഒരു അവയവം എവിടെയോ. മനസ്സ് അവയവമാണോ? തലച്ചോറിൽ എവിടെയോ ഇരിക്കുന്ന ഒരു അവയവമാണോ? എന്താണ് ഐഡിയ? എന്താ? എനിക്കൊരു ഐഡിയ ഇല്ല. മനസ്സൊരു അവയവമല്ല. മനസ്സ് നമ്മുടെ ബ്രെയിനിലുള്ള ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്ത് അതിനൊരു ലൈഫ് കൊടുക്കുന്ന ഒരു സബ്ജക്റ്റാണ് മനസ്സെന്നാണ് എൻ്റെ ഒരു ഓൾമോസ്റ്റ് ദെയർ. യെസ്, ബ്രെയിൻ ഒരു അവയവമാണല്ലോ. നമ്മുടെ മനുഷ്യൻ്റെ സെൻട്രൽ പ്രോസസ്സിങ് യൂണിറ്റ് ആണ് ബ്രെയിൻ അല്ലേ? വളരെ സേഫായിട്ട് നമ്മുടെ ലോക്കർ, സ്കൾ എന്ന് പറയുന്ന ആ ലോക്കറിൻ്റെ അകത്ത് വളരെ സേഫായിട്ട് കൊണ്ടുവച്ചേക്കുന്നു. വളരെ ഭദ്രമായി സൂക്ഷിച്ചു വെച്ചേക്കുന്ന ഒരു ഓർഗനാണ് ബ്രെയിൻ. ഈ ബ്രെയിനിൻ്റെ ഒരു പ്രോസസ്സ് ആണ് മനസ്സ്. ഈ ബ്രെയിൻ എന്ന് പറയുന്നത് പല പല ഓർഗൻസ്, പല ചെറിയ ഭാഗങ്ങളെല്ലാം കൂടെ കളക്ട് ചെയ്ത് വെച്ചേക്കുന്ന ഒരു വലിയ ഓർഗനാണ്. ആ ഭാഗങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് വർക്ക് ചെയ്ത് വരുന്ന ഒരു പ്രോസസ്സാണ് മനസ്സ്. ഒരു ഉദാഹരണത്തിന്, ഇപ്പോൾ ഒരു ഫാക്ടറിയിൽ ഒരു മെഷീൻ, ആ മെഷീൻ വർക്ക് ചെയ്യുന്നു. അപ്പം സപ്പോസ് ദാറ്റ് മെഷീൻ ഇസ് ദ ബ്രെയിൻ, റൈറ്റ്? ആൻഡ് ദ മെഷീൻ ഈസ് വർക്കിംഗ്. ദ പ്രോസസ് ഓഫ് വർക്കിംഗ് ഓഫ് ദാറ്റ് മെഷീൻ ഇസ് ദ മൈൻഡ്. ആ പ്രോസസ്സിലൂടെ, ആ മാനുഫാക്ചറിങ് പ്രോസസ് ഇസ് ദ മൈൻഡ്. ആ മാനുഫാക്ചറിങ് പ്രോസസ്സിലൂടെ ഉണ്ടാകുന്ന പ്രൊഡക്ട്സ് ഉണ്ടല്ലോ, വാട്ട് എവർ ദാറ്റ് മെഷീൻ മേക്സ്, ആ പ്രൊഡക്ട്സ് ആണ് തോട്ട്സ്. ആ തോട്ട്സിൽ നിന്നുണ്ടാകുന്നതാണ് ഇമോഷൻസിൽ നിന്നുണ്ടാകുന്ന ബിഹേവിയർ, റൈറ്റ്? സോ ബേസിക്കലി പറഞ്ഞാൽ ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പം നമ്മുടെ സ്മാർട്ട് ഫോണുമായിട്ടൊന്ന് താരതമ്യം ചെയ്ത് നോക്കാം. ഇപ്പം ബ്രെയിൻ നമുക്ക് കാണാവുന്ന ഹാർഡ്വെയർ ആണ് അല്ലേ? നമ്മുടെ ഹാർഡ്വെയർ ആണ് ബ്രെയിൻ, സോഫ്റ്റ്വെയർ ആണ് മനസ്സ് എന്ന് പറയാം. അപ്പം അത് ആ ഫോൺ എന്ന് പറയുന്ന ഹാർഡ്വെയർ ആണ് ബ്രെയിൻ. ആ ഹാർഡ്വെയർ വർക്ക് ചെയ്യുന്നതിലുണ്ടാകുന്ന ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അത് വർക്ക് ചെയ്യാനും അതിനെ കോർഡിനേറ്റ് ചെയ്യാനും ഉണ്ടാകുന്ന ആ ഒരു കോർഡിനേഷൻ ഉണ്ടാക്കുന്ന OS ആൻഡ് ആപ്സ്. ആ OSഉം ആപ്സും, ആ സോഫ്റ്റ്വെയർ ആണ് മനസ്സ്. എക്സാക്ട്ലിയോ? അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ ടെക്നിക്കലി ആയിട്ട് ഞാൻ നോക്കിയാൽ, ബ്രെയിനിൽ ന്യൂറോൺസ് ഫയർ ചെയ്യുന്നത് ഈ മെഷീൻ്റെ ഔട്ട്പുട്ടായിട്ടാണ്. ന്യൂറോൺസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തോട്ട്സ് ഫോം ചെയ്യുന്ന ന്യൂറൽ കണക്ഷൻസ് വഴിയല്ലേ? അത്ര ഡീപ്പായിട്ട് പോകണ്ട. സോ ഐ എം ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ്. ഇറ്റ്സ് ടു കോംപ്ലിക്കേറ്റഡ്. മനസ്സെന്ന് നമുക്ക് പ്രേക്ഷകരോട് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഒരു മെഷീനാണ്, സോഫ്റ്റ്വെയർ ആണ്, സിമ്പിൾ ലാംഗ്വേജ്. അപ്പം നമുക്ക് അതിലോട്ട് കടക്കാം. ബട്ട് ഇറ്റ്സ് അപ് ടു യു. ന്യൂറോൺസിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, പല ഓർഗൻസ്, പല ഭാഗങ്ങൾ, ചെറിയ ഭാഗങ്ങളുടെ ഒരു കളക്ഷനാണ് ബ്രെയിൻ എന്ന് പറയുന്നത്. ബ്രെയിൻ ഒറ്റ
സിമ്പിൾ ഓർഗൻ അല്ല, ഒരു പല പല അതിൻ്റെ അകത്തെ ഒരു വളരെ സെല്ലുലാറായിട്ടുള്ളൊരു കോശത്തിൻ്റെ ലെവലിലുള്ള ഒരു ഭാഗമാണ് ന്യൂറോൺ. ആ ന്യൂറോൺസ് എല്ലാം കൂടെ പ്രവർത്തിച്ച് വരുന്നതാണ് ആ ന്യൂറോൺസിൻ്റെ പ്രവർത്തനം കൊണ്ടുണ്ടാവുന്ന റിസൾട്ടാണ് മനസ്സ്. ആ ഒരു പ്രോസസ്സാണ് ആ പ്രവർത്തനത്തിലുണ്ടാകുന്ന ഒരു തോട്ട് എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റാണ്. ഗ്രേറ്റ്, അത്രയും മനസ്സിലായി. അപ്പോൾ നമുക്ക് തോട്ട്സിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം, മനസ്സിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം? അതായത് ഡോക്ടർ പറഞ്ഞ പോലെ വളരെ സിമ്പിളായൊരു ചോദ്യം, പക്ഷേ കോംപ്ലിക്കേറ്റഡ് ആയ ഉത്തരം. ഡോക്ടറിന് ഈസി ആയിട്ട് പറയാൻ പറ്റും. പറ ഡോക്ടർ. മനസ്സിനെ അങ്ങ് നിയന്ത്രിച്ചാൽ മതി എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ അല്ലേ. ഇപ്പം മനസ്സിനെ എനിക്ക് നിയന്ത്രിക്കണം, അതുകൊണ്ട് ഞാനങ്ങ് നിയന്ത്രിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ എളുപ്പമുണ്ട്. പക്ഷേ മനസ്സിൻ്റെ നിയന്ത്രണം എത്രത്തോളം പ്രയാസമാണ് അല്ലേ. മിക്കവാറും എല്ലാവരും പറയുന്നത് മനസ്സിനെ നിയന്ത്രിക്കാൻ പ്രയാസമാണ്. എനിക്ക് ദേഷ്യം വരുന്നു, എനിക്ക് ദേഷ്യം വന്നാൽ ദേഷ്യം നിയന്ത്രിക്കാൻ പ്രയാസമാണെന്ന് ആളുകൾ പറയും അല്ലേ. ഈ ദേഷ്യത്തിൻ്റെ ഉത്ഭവം എവിടെയാ? മനസ്സ്, നമ്മുടെ ചിന്തയാ അല്ലേ. മനസ്സിലെ ചിന്തയാണ് ദേഷ്യത്തിൻ്റെ ഉത്ഭവം. ഈ ചിന്തയെ നിയന്ത്രിക്കാൻ പറ്റത്തില്ലെന്ന് പലരും പറയുന്നുണ്ട്. ഓക്കെ, ഈ ഒരു സിറ്റുവേഷൻ തന്നെ വീട്ടിലെ സാഹചര്യത്തിൽ ഇപ്പം കുടുംബാംഗങ്ങൾ ആരെങ്കിലും പറഞ്ഞത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ചോ. അപ്പം അവരെന്നോട് അങ്ങനെ പറഞ്ഞു, എന്നാൽ അതൊന്ന് ചോദിക്കണമല്ലോ എന്ന് നമ്മൾ വിചാരിച്ച് നമുക്ക് ആ സ്വാതന്ത്ര്യമുണ്ട്, നമ്മൾ ചോദിക്കും അല്ലേ, നമ്മൾ ദേഷ്യപ്പെടും. പക്ഷെ അതേ ചോദ്യം ഒരു നമ്മുടെ മേലുദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട പോലീസുകാരനോ ചോദിച്ചാൽ ഇതേപോലെ എന്നോട് ഇങ്ങനെ ചോദിച്ചോ എന്നുള്ള ചിന്ത വരുന്നുണ്ട്. പക്ഷെ അതിന് പ്രതികരണം വരുന്നില്ല. അപ്പം ആ ഒരു ചിന്തയെ സംബന്ധിച്ചിടത്ത് ബാക്കി ചിന്തകളുണ്ട്. നമുക്ക് ആ ദേഷ്യം പുറത്ത് വരുന്ന ചിന്തകൾ സ്വാഭാവികമായിട്ട് നിയന്ത്രിക്കുന്നുണ്ട് അല്ലേ. അപ്പം മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിവുണ്ടോ? ഉണ്ട് അല്ലേ. അപ്പം മനസ്സിനെ നിയന്ത്രിക്കാനുള്ള കഴിവ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും ഉണ്ട്, പക്ഷേ അത് പ്രയോജനപ്പെടുത്തുന്നില്ല. അതുണ്ടെന്നാൽ പലരും തിരിച്ചറിയുന്നില്ല. ആ തിരിച്ചറിവ് സ്വയം ഉണ്ടാക്കി ആ ഒരു നിയന്ത്രണം നമ്മൾ ഏറ്റെടുക്കുന്ന പ്രക്രിയയാണ്, അതൊരു പ്രാക്ടീസാണ് മെഡിറ്റേഷൻ എന്നൊക്കെ പറയുന്നത് അല്ലേ. മൈൻഡ്ഫുൾനെസ്, മെഡിറ്റേഷൻ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ആ ഒരു മനസ്സിനെ നമ്മൾ അറിയാനും മനസ്സിലൂടെ എന്താണ് നമ്മൾ പോകുന്ന ചിന്തകളെ തിരിച്ചറിയാനും ആ ചിന്തകളെ നിയന്ത്രിക്കാനും ആ ചിന്തകൾ എങ്ങനെ വേണം എന്നൊക്കെ നിയന്ത്രിക്കാനുള്ളൊരു പ്രാക്ടീസല്ലേ മൈൻഡ്ഫുൾനെസ്, മെഡിറ്റേഷൻ, അതെല്ലാം. അപ്പം അങ്ങനെയുള്ള പ്രാക്ടീസിലൂടെ പഠിച്ചെടുക്കുന്നുണ്ട് ആളുകൾ. അപ്പം അങ്ങനെയൊരു പ്രാക്ടീസിലൂടെയാണ്, പിന്നെ അനുഭവത്തിലൂടെ മാനസിക നിയന്ത്രണം വരുന്നുണ്ട് പലർക്കും അല്ലേ. അപ്പം മനസ്സിൻ്റെ നിയന്ത്രണം പോസിബിളാണ്, പക്ഷെ പ്രാക്ടീസ് വേണം. പലരും ആ നിയന്ത്രണം ഇല്ല എന്ന് ആവശ്യപ്പെടുന്ന അവരറിയാതെ ആ നിയന്ത്രണം ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഓരോ സാഹചര്യത്തിൽ ഓരോ രീതിയിൽ നമ്മൾ പെരുമാറുന്നു. റെസ്പെക്റ്റ് കാണിക്കേണ്ടവരോട് നമ്മൾ റെസ്പെക്റ്റ് കാണിക്കുന്നു, സ്വാതന്ത്ര്യമുള്ളവരോട് ആ റെസ്പെക്റ്റ് ഇല്ലാതെ നമ്മൾ ബിഹേവ് ചെയ്യുന്നു. എനിക്ക് മനസ്സിലായി ഡോക്ടർ. ഇപ്പോൾ നമ്മളെ സിറ്റുവേഷൻസും നമ്മുടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ കാണിക്കാൻ പറ്റുന്നിടത്തൊക്കെ നമുക്ക് നമ്മുടെ തോട്ട്സും ബിഹേവിയറും ഒക്കെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മുടെ ഫാമിലി എടുത്ത് നമുക്ക് കുറച്ചുകൂടെ ഫ്രീഡം ഉണ്ട്, അവരുടെ അടുത്ത് കുറച്ചുകൂടെ ചൂടാവാം. പക്ഷേ ഇതേ സംഭവം ഡോക്ടർ പറഞ്ഞ പോലെ മേലുദ്യോഗസ്ഥരുടെ അടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ സസ്പെൻഷനോ വീട്ടിലിരിപ്പോയിരിക്കും. തീർച്ചയായിട്ടും. അങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ഡോക്ടർ പറയുന്നത് എന്തായാലും I can 100% believe, and that comes through your experience. So you have seen countless number of patients, ഒരുപാട് പേഷ്യൻസിനെ കണ്ടു കാണുമല്ലോ. അപ്പോൾ ഡോക്ടറിൻ്റെ അപ്രോച്ച് എങ്ങനെയാണ് ഒരു പേഷ്യൻറ്റിനോട് ഒരു സൈക്കാട്രിസ്റ്റ് എങ്ങനെ പെരുമാറണം? ഹൗ ഷുഡ് എ ഐഡിയൽ സൈക്കാട്രിസ്റ്റ് ബി അക്കോർഡിംഗ് ടു യു? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആസ്പെക്റ്റ് അത്. ബാക്കി ഇപ്പോൾ ഏത് മെഡിസിനിൽ വേറെ ഏത് വിഭാഗം എടുത്ത് നോക്കിയോ, മെഡിസിൻ, സർജറി, പല പല വിഭാഗങ്ങൾ. ആ വിഭാഗങ്ങളെല്ലാം ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐദർ മരുന്ന് അല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ
ഒരു പ്രോസസ്സ് അല്ലേ, ഒരു പ്രൊസീജിയർ, ഒരു പ്രക്രിയയിലൂടെയോ അല്ലെങ്കിൽ ഒരു മരുന്നിലൂടെയാണ് ചികിത്സ നടത്തുന്നത്. ബാക്കി മിക്കവാറുമുള്ള മെജോറിറ്റി വിഭാഗങ്ങളിലും. സൈക്യാട്രിയിലൊരു പ്രത്യേകത എന്താ? സൈക്യാട്രിയിൽ സംസാരിക്കാം, ഭൂരിഭാഗം ആളുകളും മരുന്ന് മാത്രം വെച്ച് ചികിത്സിക്കുന്നുണ്ട്. എന്നാൽ മരുന്ന് വെച്ച് അത് എളുപ്പമല്ലേ, ഒരു മരുന്ന് കൊടുത്താൽ. അതെ, അതുകൊണ്ട് തന്നെ ഇപ്പം എന്തുകൊണ്ടാണ് ഒരു സൈക്കാട്രിസ്റ്റ് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നത്? വാട്ട് മേക്സ് ദാറ്റ് പ്രൊഫഷൻ സ്റ്റാൻഡ് ഔട്ട്? മനസ്സിനെ, നമ്മുടെ മനസ്സിൻ്റെ പ്രക്രിയ അല്ലേ, മനസ്സിൻ്റെ കാര്യങ്ങൾ, ഒന്ന് ഏറ്റവും മുഖ്യമായിട്ട് വേണ്ടത്, ഒരാൾ നമ്മളോട് വന്ന് ആ ആളുടെ വിഷമങ്ങൾ പറയുന്നു, സങ്കടങ്ങൾ പറയുന്നു. അപ്പോൾ അത് കേൾക്കുന്ന സൈക്കാട്രിസ്റ്റ് അങ്ങനെയാണോ, ഓക്കെ, നേരെ പ്രിസ്ക്രൈബ് ചെയ്യാം അല്ലേ. അതേസമയം ആ സങ്കടം ഒന്ന് കേൾക്കുന്നു എന്ന് ആൾക്ക് തോന്നുന്നൊരവസ്ഥയുണ്ടല്ലോ, ബീങ് എ ഗുഡ് ലിസണർ അല്ലേ, ബീങ് എ ഗുഡ് ആക്റ്റീവ് ലിസണർ ഓർ ലിസണിങ് സിൻസിയർലി എന്ന് വേണം പറയാം അല്ലേ. നമുക്ക് ലിസൺ ചെയ്യുന്നത് പല രീതിയിൽ ലിസൺ ചെയ്യാം അല്ലേ. വളരെ ആത്മാർത്ഥതയോടെ നമ്മൾ ലിസൺ ചെയ്യുക. അപ്പം അത് ആ പറയുന്ന ആൾക്കൊരു വലിയ ആശ്വാസമാണ് അല്ലേ. എൻ്റെ സങ്കടങ്ങൾ കേൾക്കാൻ ഒരാളുണ്ട്. അപ്പോൾ ആ സങ്കടങ്ങൾ തുറന്ന് പറയാനും ആക്റ്റീവ് ലിസണിങ് എന്നും പറയും അല്ലേ. അക്നോളജ് ചെയ്ത്, സിൻസിയറായിട്ട് അക്നോളജ് ചെയ്ത്, അതിനെ തിരിച്ച് അക്നോളജ് ചെയ്യുന്ന, യെസ് മനസ്സിലാവുന്നുണ്ട്, എനിക്ക് നിങ്ങളുടെ മനസ്സിൻ്റെ സങ്കടങ്ങൾ മനസ്സിലാവുന്നുണ്ട് എന്നുള്ള രീതിയിൽ ആക്റ്റീവ് ലിസണിങ് അക്നോളജ് ചെയ്ത് അത് ലിസൺ ചെയ്യുക. ഡോക്ടർ എങ്ങനെയുള്ള ആളാണ്? ഞാൻ തീർച്ചയായിട്ടും അതിന് സമയം കണ്ടെത്താൻ ശ്രമിക്കാറുണ്ട്. കാരണം ഞാൻ ബിലീവ് ചെയ്യുന്നത് സൈക്കാട്രി ചികിത്സയിൽ ഭൂരിഭാഗം കണ്ടീഷൻസിലും അല്ലെങ്കിൽ ഭൂരിഭാഗം നമ്മുടെ അവസ്ഥകളിലും ഈ ലിസണിങ്ങും ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷനും ടോക്കിങ്ങും, ലിസണിങ്ങും ടോക്കിങ്ങും കൊണ്ട് തന്നെ പല അവസ്ഥകളുടെയും ഒരു 80% നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ആ ആൾക്ക് സോൾവ്ഡ് ആകും. അത് ഞാൻ കറക്റ്റായിട്ട് 80% എന്ന് പറയുന്നില്ല. ചില അവസ്ഥകളിൽ അതിലും കുറവാണ്, ചില അവസ്ഥകളിൽ അതിൽ കൂടുതലാണ്. ചില അവസ്ഥകളിൽ സംസാരം മാത്രം മതി, കൗൺസിലിംഗ് മാത്രം മതി, കൗൺസിലിംഗ് കൊണ്ട് തന്നെ ഒരു മരുന്നും ഇല്ലാതെ പറ്റും. ചില അവസ്ഥകളിൽ മരുന്ന് കൂടിയേ തീരും, മരുന്നും വെച്ച് മാത്രമേ. ഇപ്പം സൈക്കോസിസ് ഉള്ള സിറ്റുവേഷൻസിൽ, സ്കിസോഫ്രീനിയ, മൂഡ് ഡിസോർഡേഴ്സ് പോലെയുള്ള സൈക്കോസിസ് ഉള്ള സിറ്റുവേഷൻസ് മരുന്ന് കൊണ്ട് മാത്രമേ ഒന്നും ചെയ്യാൻ പറ്റൂ. നമുക്ക് അങ്ങോട്ട് സംസാരിച്ച് അത് ക്യൂർ ആയി കഴിഞ്ഞിട്ടേ പിന്നെ സംസാരം വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ സംസാരമല്ല, പ്രധാനമായിട്ടും മരുന്നാണ്. പക്ഷേ അല്ലാതെ മെജോറിറ്റി ഓഫ് കണ്ടീഷൻ, ന്യൂറോട്ടിക് കണ്ടീഷൻസിൽ അല്ലെങ്കിൽ ആളിന് നിയന്ത്രണമുള്ള കണ്ടീഷൻസിൽ ആൾ പറയുന്നൊന്ന് ആക്റ്റീവായിട്ടൊന്ന് കേൾക്കാൻ ഒരാളുണ്ടെങ്കിൽ തന്നെ ആളുടെ പകുതി ടെൻഷൻ അതോടെ തീരും. പകുതിയല്ല, 80% ടെൻഷൻ അതോടെ. പക്ഷേ ഈ ഫുൾ ടെൻഷൻ ഡോക്ടർ കേൾക്കുമ്പോഴത്തേക്കും ഡോക്ടർ അടുത്ത പേഷ്യൻറ്റിന് പോകാൻ എടുക്കുന്ന സമയം ഇറ്റ് വിൽ ബി ലോങ്ങർ, അല്ലെങ്കിൽ ഡബിൾ ഓർ ട്രിപ്പിൾ ടൈംസ് ലോങ്ങർ ദാൻ ആവറേജ് സപ്പോസ്. പിന്നെ ഇത്രയും കേട്ട് കഴിയുമ്പോൾ ഡോക്ടറിൻ്റെ മനസ്സിൽ ഈ പ്രശ്നങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞിട്ടാണ് ഡോക്ടർ അടുത്ത പേഷ്യൻറ്റിനെ കാണാൻ പോകുന്നത്. സോ വേർ ഡു യു പുട്ട് എ സ്റ്റോപ്പ് എന്നത് എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യുന്നത്? രണ്ട് പേഷ്യൻ്റ് ഇടയ്ക്കുള്ള ആ ഒരു ട്രാൻസിഷൻ. വെരി ഗുഡ് ക്വസ്റ്റ്യൻ, വെരി ഗുഡ് ക്വസ്റ്റ്യൻ. യെസ്, ആസ് യു സെഡ്, ഞാൻ ഒരാളുടെ വിഷമതകൾ മുഴുവൻ കേട്ടു. ആ വിഷമതകൾ മുഴുവൻ ഞാൻ കേട്ടു, സിൻസിയറായിട്ട് ലിസൺ ചെയ്തു, അണ്ടർസ്റ്റാൻഡ്. ഞാൻ ഇവിടെ അത് പ്രോസസ്സ് ചെയ്തു, എൻ്റെ ബ്രെയിനിൽ, എൻ്റെ മനസ്സിൽ അത് പ്രോസസ്സ് ചെയ്തു, അത് അണ്ടർസ്റ്റാൻഡ് ചെയ്തു. അപ്പോൾ ആ സങ്കടങ്ങൾ ഇതാണ്, ആ ആളുടെ ഫീലിങ്സ് ഇതാണ് എനിക്കെന്ന് ആത്മാർത്ഥതയോടെ ഞാൻ മനസ്സിലാക്കുന്ന അവസ്ഥയാണ് എംപതി, റൈറ്റ്? അണ്ടർസ്റ്റാൻഡിങ് ദർ ഫീലിംഗ്. അത് ഞാൻ ഇങ്ങോട്ട് ഡൗൺലോഡ് ചെയ്താൽ, ഇവിടെ പ്രോസസ്സ് ചെയ്തു, അത് ഞാൻ ഇങ്ങോട്ട് ഡൗൺലോഡ് ചെയ്ത് ഞാനത് ഫീൽ ചെയ്താൽ സിമ്പതി ചെയ്യും. ഇപ്പം ഇവിടെ അണ്ടർസ്റ്റാൻഡ് ചെയ്തു, ഞാനത് ഇങ്ങോട്ടെടുത്ത് ഡൗൺലോഡ് ചെയ്തു, ഫീല് ചെയ്താൽ ഞാനും ഡൗണായി. എൻ്റെ മുമ്പിൽ സങ്കടം പറഞ്ഞ ആളെ പോലെ തന്നെ ഞാനും ഡെസ്പായി.
മനസ്സിലായി. ഓക്കെ. ഞാൻ ഡെസ്പായി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഫങ്ഷനാലിറ്റി എഫക്റ്റഡ് ആയി, എൻ്റെ എഫിഷ്യൻസി എഫക്റ്റഡ് ആയി. മനസ്സിലാവും. അപ്പോൾ ആളുടെ മനസ്സിലാക്കി ഞാനും സങ്കടമായി. ആളെന്നോട് കരഞ്ഞുകൊണ്ടിരിക്കുന്നു, ഞാൻ തിരിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം ആ ആള് ഇറങ്ങിപ്പോയി കഴിഞ്ഞ് ഞാൻ എനിക്ക് സങ്കടം പിന്നെ മാറ്റാൻ പ്രയാസമാണ് അല്ലേ. അടുത്ത ആൾ വന്നപ്പോഴും ഞാനിവിടെ സങ്കടം, ഇനി ആൾ വന്ന് എന്നെ സന്തോഷിപ്പിക്കണം അല്ലെങ്കിൽ പിന്നെ. മനസ്സിലായോ? അതേസമയം ഞാൻ ഇവിടെ മനസ്സിലാക്കി, ഇങ്ങോട്ടത് ഡൗൺലോഡ് ചെയ്യുന്നില്ല. ഐ എം അണ്ടർസ്റ്റാൻഡിങ് ഇറ്റ്, ഐ എം നോട്ട് ഫീലിംഗ് ഇറ്റ്. I'm understanding with the patient, not feeling it. Then I process it, I give the solutions or discuss the solutions and help the person to arrive at a solution. ഓക്കെ ഡോക്ടർ. അപ്പോൾ ഡോക്ടർ മനസ്സിനെ പറ്റി സംസാരിച്ചു. നമ്മൾ മനസ്സിൻ്റെ പല രൂപാന്തരങ്ങൾ കണ്ടിട്ടുണ്ട്. പല സിറ്റുവേഷൻസും കൂടെ നമുക്ക് പോകേണ്ടി വരുന്നുണ്ട്. ഫോർ ആൻ ആവറേജ് എൻ്റെ ലൈഫിലൊക്കെ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. സോ ഐ ഡോണ്ട് വാണ്ട് ടു ഗെറ്റ് ഇൻ ടു ഇറ്റ്. പക്ഷേ ഇപ്പോൾ ഡോക്ടർ പറയുകയാണ് നമുക്ക് മനസ്സിനെ കൺട്രോൾ ചെയ്യുന്ന വഴി നമുക്ക് വിചാരിച്ച കാര്യങ്ങൾ നേടിയെടുക്കാമെന്ന് ഡോക്ടർ പറയുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് ഡീപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? സോ ലെറ്റ്സ് ട്രൈ ആൻഡ് ഫൈൻഡ് സം സൊല്യൂഷൻസ് ഇൻ. യാ ഷുവർലി. ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ ഇപ്പം നമ്മുടെ മനസ്സിൽ നമ്മളോരോ ചിന്തകൾ വരുന്നു. ഒരു സിറ്റുവേഷൻ, ഇപ്പം നമ്മളൊരു സിറ്റുവേഷനിൽ ചെന്നപ്പെടുന്നു. ആ സിറ്റുവേഷനിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരാൾ, നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ നമ്മുടെ അടുത്ത് ഭയങ്കര പരുഷമായി പെരുമാറി. അതാണ് സിറ്റുവേഷൻ. സപ്പോസ് ദാറ്റ് ഈസ് എ സിറ്റുവേഷൻ, റൈറ്റ്? ഓക്കെ. ഇപ്പോൾ ആ ആൾ പെരുമാറിയതിനെക്കുറിച്ച് എൻ്റെ മനസ്സിൽ ചിന്തകൾ പോവാം. ഓക്കെ. ആ ആൾ പെരുമാറിയെക്കുറിച്ച് ഇത്ര എന്താ എന്നോട് ഇങ്ങനെയൊക്കെ പറയാൻ എങ്ങനെ ധൈര്യം വന്നു, ഞാൻ ആരാണെന്ന് വിചാരിച്ച് എന്ന് എൻ്റെ മനസ്സിൽ ഞാൻ ചിന്തിച്ചാൽ എനിക്ക് ദേഷ്യം വരും. ഞാൻ തിരിച്ച് ഷൗട്ട് ചെയ്യും അല്ലേ? ഓക്കെ. അതേസമയം ആ ആളിങ്ങനെ പറഞ്ഞപ്പം എന്നോട് എന്ത് സ്നേഹമായിരുന്നു ഈ ഇദ്ദേഹത്തിന്, ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നു എന്ന് ഞാൻ ചിന്തിച്ചാൽ എനിക്കിവിടെ ഫീൽ ചെയ്യുന്ന സങ്കടമാണ്. ബിഹേവിയർ ഞാൻ കരയും. അതേസമയം അദ്ദേഹം ദേഷ്യപ്പെട്ടപ്പം ഇനി എന്നെ അടിക്കുകയെല്ലാം ചെയ്യുമോ എന്ന് ഞാൻ ചിന്തിച്ചാൽ എനിക്കിവിടെ ഫീൽ ചെയ്യുന്ന പേടിയാണ്, ഭയം. ഞാൻ ഓടി മാറാം അല്ലേ? അപ്പോൾ ഒരേ സിറ്റുവേഷൻ തന്നെ നമ്മൾ 3 അവസ്ഥകളാണ്. അതെ. 4ാമത്തെ അവസ്ഥ ഞാൻ പറയാം. ഇനിയുണ്ടോ ഡോക്ടർ? ഈ പറഞ്ഞതൊന്നും അല്ലാതെ അദ്ദേഹം ഇപ്പൊ ദേഷ്യപ്പെട്ടത് അദ്ദേഹത്തിന്റെ ഒരു അവസ്ഥ, അദ്ദേഹത്തിന്റെ മനസ്സിന്റെ അവസ്ഥയായിരിക്കാം, അദ്ദേഹം ടെൻഷനിലായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹം മനഃപൂർവ്വം എന്നെ ഒന്ന് വിഷമിപ്പിക്കാനോ സങ്കടപ്പെടുത്താനോ പറയുന്നതായിരിക്കാം. എന്തായാലും ഈ പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം മാത്രമാണ് അല്ലേ? പക്ഷേ ഞാനിതൊന്നും അല്ലെന്ന് എനിക്കറിയാം. ഇതിന് ഞാനൊരു പ്രാധാന്യം കൊടുത്താലേ ഇതെന്നെ ബാധിക്കത്തുള്ളൂ. ഞാനൊരു പ്രാധാന്യം കൊടുത്ത് ദേഷ്യപ്പെടുന്ന രീതിയിൽ ചിന്തിക്കുകയോ സങ്കടപ്പെടുന്ന രീതിയിൽ ചിന്തിക്കുകയോ പേടിപ്പെടുന്ന ഇതിലോ ചിന്തിച്ചാലേ എനിക്കിതൊക്കെ ഉണ്ടാകത്തുള്ളൂ. എനിക്കിതൊന്നും തോന്നുന്നില്ല, ഞാനൊരു പ്രാധാന്യം അതിന് കൊടുക്കുന്നില്ല. അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം, അദ്ദേഹം പറയുന്നു, അദ്ദേഹം പോകുന്ന വഴിക്ക് പോകുന്നു. ഞാനിതിനൊന്നും പ്രാധാന്യം കൊടുക്കാതിരുന്ന് എനിക്ക് ചിരിച്ചുകൊണ്ടിരിക്കാം അല്ലേ? ഞാനിതൊന്നും അല്ല എന്നും അദ്ദേഹം പറഞ്ഞിട്ട് പൊക്കോട്ടെ അന്ന് ഉൾക്കണ്ടലുണ്ട്. അത്രേ ഉള്ളൂ. ഞാൻ അതിനൊരു പ്രാധാന്യം കൊടുക്കാതിരുന്ന എനിക്ക് ദേഷ്യവും ഇല്ല, പേടിയും ഇല്ല, സങ്കടവും ഇല്ല. ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അത് പോസിബിൾ ആണോ? ഡെഫിനറ്റ്ലി. അതെങ്ങനെ പോസിബിൾ? എന്നെ ഒരാൾ വഴക്ക് പറഞ്ഞിട്ട് പോയി എനിക്ക് ഡെഫിനറ്റായിട്ട് ദേഷ്യം വരും. അപ്പം എന്ത് ചെയ്യണം? അങ്ങനെ ചുമ്മാ ചിരിച്ചു കളയാനുള്ള കാര്യമല്ല, ആർക്കായാലും ദേഷ്യം വരും. ഇപ്പം ഈയുടെ ഒട്ടുമിക്ക കേസുകളിൽ നമ്മളിപ്പോൾ ചെറുപ്പക്കാരുടെ ഇടയ്ക്ക് കാണുവാണെങ്കിൽ ഒന്ന് നോക്കിയാൽ മതി അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കാൻ. അങ്ങനെയുള്ള സിറ്റുവേഷൻ നിൽക്കുന്നവർക്ക് ഇത്രയും പെട്ടെന്ന് ദേഷ്യം വരുന്ന ആൾക്കാരോട് നമ്മൾ ഇരുന്ന് സംസാരിക്കാനോ കൗൺസിൽ ചെയ്യാനോ ഉള്ള സമയം കിട്ടത്തില്ല. ഇങ്ങനെയുള്ള പേരുടെ എന്താണ് ഡോക്ടർ പറയാനുള്ളത്? തീർച്ചയായിട്ടും ഇപ്പം ഒരു കാര്യം കേട്ട് കഴിഞ്ഞപ്പം എല്ലാവർക്കും സ്വയമേ പണ്ട് മുതലേ ചെയ്യുന്ന ഒരു ശീലങ്ങളുണ്ട് അല്ലേ? ദേഷ്യക്കാർക്ക് ദേഷ്യത്തിൽ ചിന്തിക്കുന്ന ഒരു ശീലമുണ്ട്.
പെട്ടെന്ന് സങ്കടം വരുന്നവർക്ക് സങ്കടത്തിൽ ചിന്തിക്കുന്ന ഒരു ശീലമുണ്ട് അല്ലേ. ഇതെല്ലാം വേണമെങ്കിലും ഇതിനൊരു മാറ്റം വരുത്തണമെങ്കിലും നമ്മുടെ മനസ്സിലൂടെ എന്താ പോകുന്നത് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം അല്ലേ. എൻ്റെ മനസ്സിൽ ചിന്ത ഇതാണ് എന്നെനിക്ക് തിരിച്ചറിഞ്ഞാലല്ലേ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റൂ. തിരിച്ചറിയത് നമുക്ക് ടൈം കിട്ടിയില്ല. ടൈം കിട്ടാത്ത സമയമാണ് ഈ കാര്യങ്ങൾ. അതാണ് ഈ ദേഷ്യമൊക്കെ വളരെ പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുന്ന ആക്ടിവിറ്റി അല്ലേ ഡോക്ടർ? അവിടെ ചിന്തയുടെ സമയമുണ്ടോ? ഇത് നമ്മൾ എനിക്കൊന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചു. ഈ ദേഷ്യം എന്ന് പറയുന്നത് ആപേക്ഷികമാണ്. ഒരവസരത്തിൽ നമ്മൾ ദേഷ്യപ്പെടും, വേറൊരവസരത്തിൽ നമ്മൾ ദേഷ്യപ്പെടുന്നില്ല അല്ലേ. ചില ആളുകളോട് നമ്മൾ ദേഷ്യപ്പെടുന്നു, ചില ആളുകളോട് നമ്മൾ ദേഷ്യപ്പെടുന്നില്ല. അപ്പോൾ ഈ സ്പോണ്ടേനിയസ് ആയിട്ട് ദേഷ്യം വരുന്നു എന്ന് പറയുന്നതും എല്ലായിടത്തും വരുന്നില്ല നമുക്ക് അല്ലേ. അപ്പം അവിടെ എല്ലാം എവിടെയോ ഒരു ചിന്ത ഉണ്ട്, ഒരു ചിന്തയാണ് ഇതിൻ്റെ എല്ലാം പുറകിൽ അല്ലേ. അതാണല്ലോ നമ്മൾ ചില അവസരങ്ങളിൽ നമ്മൾ സ്പോണ്ടേനിയസ് ആയിട്ട് ദേഷ്യപ്പെടുന്നു. അതേപോലൊരു സിറ്റുവേഷൻ വേറൊരു അവസരത്തിലാണെങ്കിൽ നമ്മൾ സ്പോണ്ടേനിയസ് ആയിട്ട് ദേഷ്യപ്പെടുന്നില്ല. അപ്പം അതും വളരെ സഡനായിട്ടുണ്ടാകുന്നു. പക്ഷെ എന്തുകൊണ്ട് ദേഷ്യപ്പെടാം? അതേസമയം ചിലർ ആരാ മുമ്പിലൊന്നും ആരൊന്നും നോക്കത്തില്ല. അത് മേലുദ്യോഗസ്ഥനാണെങ്കിലും ആരാണെങ്കിലും വല്ല ഉന്നതനായ ഉദ്യോഗസ്ഥനാണെങ്കിലും അവരുടെ ദേഷ്യപ്പെടുന്നു അല്ലേ. അപ്പം ഇതെല്ലാം നമുക്ക് ഒന്ന് നമ്മുടെ മനസ്സിൽ തിരിച്ചറിയാൻ പറ്റുക അല്ലേ. മനസ്സിൽ നമ്മുടെ ചിന്തകളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുക. ആ അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ അകത്തെ നെഗറ്റീവ്നെസ് തിരിച്ചറിയാൻ പറ്റുക, അതിനെ പോസിറ്റീവാക്കുക. ഇതൊക്കെ ഒരു പ്രാക്ടീസാണ്. പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡോക്ടർ ഞാൻ ഒരു മൂന്ന് ടൈപ്പ് ഓഫ് ആൾക്കാർ. ഒരാൾക്ക് പയ്യെ ദേഷ്യം വരത്തുള്ളൂ, പക്ഷെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യമായിരിക്കും. അതായത് ഈ പുള്ളിക്കാരൻ്റെ ഒരു ആവറേജ് വർക്കറാണെന്ന് കരുതിക്കോ. ഒരു സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യൻ, കരിയർ കോളേജ് കഴിഞ്ഞ് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് കിട്ടി. പക്ഷെ അവിടെ മേലുദ്യോഗസ്ഥൻ കുറേ നാൾ അബ്യൂസ് ചെയ്ത് ഡിസ്റ്റർബ് ചെയ്ത് അത് കഴിഞ്ഞ് വേറെ ബോസ് മാറി. പക്ഷെ ആ ബോസും മോശമായിരുന്നു, ഭയങ്കര പ്രഷർ കൊടുക്കുമായിരുന്നു. ഇങ്ങനെ ഈ പുള്ളിക്കാരൻ്റെ ദേഷ്യത്തിൻ്റെ ലെവലിൽ കയറി ഇത് സ്പോണ്ടേനിയസ് ആയിട്ട് എക്സ്പ്ലോഡ് ചെയ്യുന്ന ഒരു വല്ലാത്ത എക്സ്പ്ലോഷൻ ആയിരിക്കും. വളരെ ആവറേജ് ഈ ഒരു നടുക്കി നിൽക്കുന്ന ആളാണ്, ആവറേജ് മോഡറേറ്റ് ആണ്. ബോസ് കുറേ ഉപദ്രവിച്ചാൽ പറയും എന്നെ കൊണ്ട് പറ്റത്തില്ല, ഞാൻ കളഞ്ഞിട്ട് പോകുമെന്ന് പറയുമ്പോഴത്തേക്കും ബോസും തണുക്കും. മൂന്നാമത്തെ ആൾ കുറച്ച് പ്രഷർ ഇട്ട് തുടങ്ങിയപ്പോൾ തന്നെ മുഖം കളിപ്പിക്കുന്ന ടൈപ്പായിരിക്കും. അപ്പോൾ ഈ 3 ടൈപ്പ് ആൾക്കാരും ഈ ലോകത്തുണ്ട്. അത് ചിലപ്പോൾ ഇതിൻ്റെ എക്സ്ട്രീംസും കാണാം. പക്ഷേ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഈ 3 പേർക്കും 3 തരത്തിലുള്ള അഡ്വൈസാണ്. അപ്പോൾ ഡോക്ടർ പറയും എങ്ങനത്തെ അഡ്വൈസാണ് ഈ 3 ആൾക്കാർക്കും കൊടുക്കേണ്ടത്? എംപ്ലോയി ലെവലിൽ നിന്ന് നോക്കുന്നതിന് പകരം ഞാൻ എംപ്ലോയർ ലെവലിൽ നിന്ന് പറയാം. ഇപ്പം അജിത് സാർ ഇപ്പോൾ ഒരു സ്പെക്ടേറ്ററായിട്ട് നിൽക്കുമെന്ന് വെച്ചു. റൈറ്റ്. ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ CEO is talking to his employee. ആ എംപ്ലോയി എന്തോ പ്രോബ്ലമായിട്ട് എന്തോ ഒരു ബിഹേവിയർ ചെയ്തു. CEO വിളിച്ചിട്ട് ഹൗ ഡേ യു ഡു ദിസ് എന്നൊക്കെ ചോദിച്ചു. ഇങ്ങനെയൊക്കെ ഉത്തരവാദിത്വം ഇല്ലാതെ പെരുമാറിയാൽ എങ്ങനെ? ഈ പറഞ്ഞ പോലെ എംപ്ലോയി ദേഷ്യപ്പെട്ടു തിരിച്ചു. എംപ്ലോയറിൻ്റെ അടുത്ത്, CEOയുടെ അടുത്ത് എംപ്ലോയി ദേഷ്യപ്പെട്ടു തിരിച്ചു. എന്നെ ചോദ്യം ചെയ്യാൻ താനാരാ? ആ എംപ്ലോയറിന് പല രീതിയിൽ ബിഹേവ് ചെയ്യാൻ തിരിച്ചു. ഒരു വളരെ എഫിഷ്യൻ്റായ മൾട്ടിനാഷണൽ കമ്പനിയുടെ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്, വളരെ എഫിഷ്യൻ്റായ ഒരു CEO ഒരു രീതി പെരുമാറും. അത്ര എഫിഷ്യൻസി ഇല്ലാത്ത CEO വേറൊരു രീതി പെരുമാറും. ഓക്കെ, ഈ രണ്ടാമത്തെ ആളിനെ തന്നെ ആദ്യം ഇടുക. അത്ര എഫിഷ്യൻസി ഇല്ല, അത്ര ആളുകളെ ഹാൻഡിൽ ചെയ്തുള്ള എക്സ്പീരിയൻസ് പോരാ. ആ CEO ഇങ്ങോട്ട് എംപ്ലോയി ദേഷ്യപ്പെട്ടപ്പോൾ അതേപോലെ ഹൗ ഡേ യു ഡു ദിസ്, എന്നോട് ഒരു ഉദ്യോഗസ്ഥനോട്, താങ്കളുടെ മേലുദ്യോഗസ്ഥനോട് ഇങ്ങനെയൊക്കെ പെരുമാറാൻ എവിടുന്ന് ധൈര്യം കിട്ടി, തന്നെ ഫയർ ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു. റൈറ്റ്. രണ്ടാമത്തെ CEO, the first CEO which I said, who has good experience, who has good communication skills, yeah, just ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ empathy, sympathy, okay, that CEO has good empathy, right? ഈ എംപ്ലോയി ദേഷ്യപ്പെട്ടപ്പോൾ he said എന്തോ ഭയങ്കര ടെൻഷനിലാണെന്ന് തോന്നുന്നു,
സാധാരണ ഇങ്ങനൊന്നും ബിഹേവ് ചെയ്യാറില്ലല്ലോ, ഇങ്ങനെ പെരുമാറാറില്ല. അപ്പം ഇങ്ങനെ പെരുമാറണമെങ്കിൽ എന്തോ ഭയങ്കര ടെൻഷനിലാണ്. എന്താ ടെൻഷൻ എന്ന് എന്നോട് പറ, നമുക്ക് സമാധാനം കാണാനൊക്കെ നോക്കാം. റൈറ്റ്. അപ്പം ഇത് രണ്ട് സിഇഒയ്ക്കും രണ്ട് റിയാക്ഷൻ. ഒരാൾ അതിനേക്കാൾ അപ്പുറം ചൂടായി, മറ്റേയാൾ വളരെ എമ്പതിയോടെ അണ്ടർസ്റ്റാൻഡ് ചെയ്തു പെരുമാറി, അല്ലേ? രണ്ടുപേരുടെയും മനസ്സിൽ അത് കേട്ടത് ഒരേ രീതിയിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരാൾക്ക് ദേഷ്യമുള്ള രീതിയിൽ ചിന്തിക്കാം, ഒരാൾ സങ്കടമുള്ള രീതിയിൽ ചിന്തിക്കാം, ഒരാൾ പേടിയുള്ള രീതിയിൽ ചിന്തിക്കാം, ഒരാൾക്ക് മനസ്സിലാകുന്ന രീതിയിലും ചിന്തിക്കാം. ഒരു പ്രശ്നമുള്ള ബിഹേവിയർ മുമ്പിലുണ്ടായപ്പോൾ ആ ബിഹേവിയറിനെ കുറിച്ച് ആളിനെന്തോ പ്രശ്നത്തിലായിരിക്കാം. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ ദേഷ്യത്തിന് തന്നെ ഇത്രയും മാത്രം ഡയമെൻഷൻ ഉണ്ടെന്ന് ചിന്തിക്കുന്നത്. പക്ഷേ ദേഷ്യം ഒരു നെസസറി ഈവിളല്ലേ? ദേഷ്യത്തിലൂടെ നേടുന്ന കാര്യങ്ങൾ, ദേഷ്യത്തിലൂടെ നേടിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അങ്ങനെ നേടിയെടുക്കണമെന്നാണ്. ഇല്ലെങ്കിൽ അത് ഈ ദേഷ്യത്തിലൂടെ, ഇപ്പം ഞാൻ പറഞ്ഞു, ഒരു എംപ്ലോയി എടുത്ത് ഭയങ്കര ദേഷ്യത്തിൽ സംസാരിച്ചു ഒരു ജോബ് ചെയ്യിപ്പിച്ചു എന്ന് വെച്ചോ. ഒരു എംപ്ലോയിയുടെ അടുത്ത് ഭയങ്കര ദേഷ്യത്തിൽ സംസാരിച്ച് ആ എംപ്ലോയിയെ പേടിപ്പിച്ച് ഒരു കാര്യം ചെയ്യാൻ വെച്ചു. അതേ സമയത്ത് ആ ഭയങ്കര ദേഷ്യപ്പെടാതെ ആ എംപ്ലോയി ചെയ്തതിലെ ഫോൾട്ട് ആളെ പറഞ്ഞ് മനസ്സിലാക്കി, അതിങ്ങനെ ചെയ്താൽ ഇതിൻ്റെ പ്രശ്നങ്ങളുണ്ട്, മറ്റൊരു രീതി ചെയ്താൽ ഇങ്ങനെ ഗുണങ്ങളുണ്ട് എന്നെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഇനി എങ്ങനെയാണ് ചെയ്യേണ്ടത് നിങ്ങൾ തീരുമാനിക്കുക, എന്നിട്ട് എന്നോട് പറ എന്നൊരു ഡിസ്കഷനിലൂടെ വന്ന് ആളിനൊരു അണ്ടർസ്റ്റാൻഡിങ് വന്നിട്ട് ആളിനെ തിരുത്തിയാലുണ്ടാകുന്ന ഗുണവും ആളിനെ ദേഷ്യപ്പെട്ട് പേടിപ്പിച്ചുണ്ടാക്കുന്നൊരു ഇതിലൂടെ ഉണ്ടാകുന്ന ചെയ്യിപ്പിക്കുന്നത് തമ്മിൽ വ്യത്യാസമുണ്ടോ? ഡോക്ടർ, ഇതൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ, ഞാനൊരു സിഇഒ ആണ്, എൻ്റെ മനസ്സിൽ ചിന്തിക്കുന്നത് ഇറ്റ്സ് ഓൾ ടൈം. ഇപ്പോൾ ഒരാളെ കൗൺസിൽ ചെയ്യാൻ നമുക്ക് HR ഡിപ്പാർട്ട്മെൻ്റ് എല്ലാം ഉണ്ടെന്ന് വയ്ക്കുക. സോ വി ഹാവ് കൗൺസിലിംഗ് ത്രൂ HR. അപ്പോൾ ഒരാളെ ഈവൻ ടു ഡു സംതിങ് ഓൾസോ ഇറ്റ് കോസ്റ്റ് മണി ഫോർ ദ കമ്പനി. അപ്പം ഈ ദേഷ്യം ഇസ് എ ഫണ്ടമെൻ്റൽ തിങ്. നമ്മുടെ എൻറ്റയർ കമ്പനി ഗ്ലോബൽ കൾച്ചർ നമുക്ക് CEO വഴി കിട്ടുന്നതാണ്. CEO ടോപ്പ് മാനേജ്മെൻറ്റ് ലെവൽ വിൽ ഗിവ് ദ കൾച്ചർ ഓഫ് ദ കമ്പനി. ഓക്കെ, ഞാൻ ആക്ച്വലി നേരത്തെ പറഞ്ഞു വന്നത് ഈ ദേഷ്യം ഫണ്ടമെൻ്റൽ ലെവൽ ഇറ്റ്സ് എ നെസസറി ഈവിൾ ഡോക്ടർ. അതായത് പിള്ളേരെ നമുക്ക് ആക്ച്വലി കുട്ടികളെ നമുക്ക് വഴക്ക് പറഞ്ഞ് ശാസിച്ചും അങ്ങനെയൊക്കെയല്ലേ വളർത്താൻ പറ്റുന്നത്. ഈസ് ദെയർ എ ബെറ്റർ വേ? ശാസന ഇല്ലാതെ എന്താണ്? ശാസന എന്ന് പറയുന്നത്, ഇപ്പം ദേഷ്യപ്പെട്ട് കുട്ടികളെ വളർത്തുന്ന മാതാപിതാക്കൾ എൻ്റെ അടുത്ത് പലരും വരാം. നെസസറി ഈവിൾ നെസസറി, യു ഡോണ്ട് ഹാവ് ടു യൂസ് ഇറ്റ്. യു ക്യാൻ ആക്ച്വലി ആക്ട് ആസ് ഇഫ് യു ആർ ആംഗ്രി. യു നീഡ് നോട്ട് ഹാവ് ടു ബി ആംഗ്രി. ഡോക്ടർ പറഞ്ഞില്ലേ എമ്പതിയുടെ കാര്യം. അതേപോലെ ഞാൻ എൻ്റെ കുട്ടിയോട് ഞാൻ ദേഷ്യപ്പെടുകയാണ്, ബട്ട് ഐ ആം നോട്ട് ആംഗ്രി ഇൻസൈഡ്, ബട്ട് ഐ വാണ്ട് ഹർ ടു ബി ബെറ്റർ ഇൻ ലൈഫ്. അപ്പോൾ ഞാൻ ആക്ടിങ്. ഓക്കെ, ഐ അഗ്രി. സി, when you're out shouting at a child, you're actually teaching that child ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ മുമ്പിൽ നടന്നാൽ ഇങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്. ഓക്കെ, മനസ്സിലാവും. ഇപ്പം എനിക്കിഷ്ടപ്പെടാത്തൊരു കാര്യം കുട്ടി ചെയ്തു, എൻ്റെ പ്രതികരണം ദേഷ്യപ്പെടലാണ്. കുട്ടിയും അത് തന്നെ ചെയ്യും വലുതാവുമ്പോൾ. കുട്ടിക്ക് ഇഷ്ടപ്പെടാത്ത ഇത് വളരെയധികം ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ അടുത്ത് പല ആളുകളും കുട്ടികൾ ഒരുപാട് ദേഷ്യപ്പെടുന്നു, വലിയവരുടെ അടുത്ത് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് വരാറുണ്ട്. അത് ചോദിച്ച് വരുമ്പോൾ വീട്ടിൽ ഏതെങ്കിലും മാതാപിതാക്കളോ വീട്ടിലെ ഏതെങ്കിലും ഒരു മെമ്പറോ ഈ ഒരു പെരുമാറ്റം എടുക്കുന്നുണ്ട്. അവരുടെ കയ്യിൽ നിന്ന് കണ്ടാണ് കുട്ടി പഠിക്കുന്നത്. അപ്പം നമ്മളിപ്പം കുട്ടിയുടെ അടുത്ത് ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ കുട്ടിക്ക് ഒരു മോഡലാവുകയാണ് നമ്മൾ. ഇഷ്ടപ്പെടാത്ത കാര്യം വന്നാൽ ഇങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്. ഡോക്ടറിന് ദേഷ്യം വന്നിട്ടുണ്ടോ? ഉണ്ട്, ഇല്ലയെന്ന് പറഞ്ഞാൽ തെറ്റാ. ഞാൻ ഈ പറഞ്ഞതുപോലെ ജനിച്ചു വീണത് പോസിറ്റീവ് തിങ്കറായിട്ടോ ദേഷ്യം കൺട്രോൾ ചെയ്യുന്ന ഒരാളായിട്ടോ അല്ല.
ഞാൻ പറഞ്ഞതുപോലെ ഇതെൻ്റെ ഒരു ആഗ്രഹമാണ്, എൻ്റെ ഒരു സ്വപ്നമാണെന്ന് ഞാൻ പറഞ്ഞത് മനസ്സിൻ്റെ നിയന്ത്രണവും മനസ്സിൻ്റെ പോസിറ്റീവ് തിങ്കിങ്ങും മനസ്സിൻ്റെ ഇമോഷണൽ ഇൻ്റലിജൻസും പ്രാക്ടീസിലൂടെ ഞാൻ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഐ എം നോട്ട് പെർഫെക്റ്റ്. സ്റ്റിൽ മേ ബി 99% എന്നോ 99.9999% എന്നോ വേണേൽ പറയാം. പക്ഷേ നോ വൺ ക്യാൻ ബി പെർഫെക്റ്റ്, ബട്ട് സ്റ്റിൽ യു ക്യാൻ ഇംപ്രൂവ് എവറി ഡേ, റൈറ്റ്? ഇപ്പോൾ എൻ്റെ ചിന്തയാണ് എൻ്റെ ദേഷ്യം, എൻ്റെ ഈഗോ ആണ് എൻ്റെ ദേഷ്യം, അല്ലേ? എൻ്റെ ചിന്തയിലൂടെ എൻ്റെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള എൻ്റെ ചിന്തകളാണ് എൻ്റെ ദേഷ്യത്തിന് കാരണം, അല്ലേ? ആ ചിന്തകളെ എനിക്ക് മാറ്റിയെടുക്കാൻ ഞാൻ പരിശീലിച്ചാൽ എൻ്റെ ദേഷ്യത്തെ എനിക്ക് നിയന്ത്രിക്കാം. അത് എന്തും നമുക്ക് പരിശീലിച്ചാൽ പറ്റും. നമുക്കറിയാൻ വയ്യാത്തൊരു കാര്യം കുറേ നാൾ പരിശീലിച്ച് വന്ന ഒരു പുതിയ ശീലം ഉണ്ടാവും. ആ ശീലം കുറേ നാൾ വീണ്ടും പരിശീലിച്ച് അതൊരു സ്വഭാവമായി മാറാം. ആ സ്വഭാവം വീണ്ടും കുറേ നാൾ പരിശീലിച്ച ഒരു വ്യക്തിത്വമായി മാറാം. അപ്പം അതൊരു ശീലമാകുന്നതിന് മുമ്പ് നമ്മൾ വളരെ കോൺഷ്യസ് ആയിട്ട് പരിശീലിച്ചാലേ പറ്റൂ. മനസ്സിനെ അവിടെ തന്നെ നിർത്തി ഇങ്ങനെ, ഇപ്പോൾ ഡ്രൈവിങ് പോലെ നമ്മളൊരു ഡ്രൈവിങ് ചെയ്യുന്നു. ഈ ഡ്രൈവിങ് ചെയ്ത് തുടങ്ങുന്ന കാലത്ത് വലത് കാലാണ് ആക്സിലറേറ്റർ, ഇടത് കാലാണ് ക്ലച്ച്. നമ്മൾ ഓർമ്മിപ്പിച്ച് ആക്സിലറേറ്റർ റിലീസ് ചെയ്തിട്ട് വേണം ക്ലച്ച് ചവിട്ടാൻ, ക്ലച്ച് ചവിട്ടിയിട്ട് വേണം ഗിയർ മാറാൻ. ഇത് ഓരോ കോൺഷ്യസ് ആയിട്ട് നമ്മളെ ഓർമ്മിപ്പിച്ചാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്, അല്ലേ? ലെഫ്റ്റിലോട്ട് തിരിക്കുന്നതിന് മുമ്പ് ഇൻഡിക്കേറ്റർ ഇടണം എന്ന് കോൺഷ്യസ് ആയിട്ട് നമ്മൾ റിമൈൻഡ് ചെയ്താണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. അത് കൂടുതൽ പരിശീലിക്കുന്നതനുസരിച്ച് അതൊരു ശീലമായി മാറുന്നു. ആ ശീലം വീണ്ടും പരിശീലിക്കുന്ന നമ്മുടെ സ്വഭാവമായി മാറുന്നു, അല്ലേ? ഇപ്പം അതൊക്കെ ആയിക്കഴിയുമ്പോൾ സ്വഭാവമോ നമ്മുടെ വ്യക്തിത്വമോ നമ്മുടെ സെക്കൻഡ് നേച്ചർ എന്നൊക്കെ പറയും, അല്ലേ? അതായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വലത് കാലാണ് ആക്സിലേറ്റർ എന്ന് ആലോചിക്കേണ്ട, ഓട്ടോമാറ്റിക്കായിട്ട് അത് മസിൽ മെമ്മറിയാണ്. അത് ഈ മസിൽ മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏത് മെമ്മറിയും പ്രാക്ടീസിലൂടെ ഉണ്ടാവുന്ന, റൈറ്റ്? എന്ന് പറയുന്ന പോലെ തന്നെ ഏത് ശീലവും ഇപ്പം ദേഷ്യപ്പെടാതിരിക്കുന്നതും നമുക്ക് പ്രാക്ടീസ് ചെയ്ത് ശീലമാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞു വരുന്നത് ദേഷ്യം ആസ് സച്ച് ഇസ് നോട്ട് നെസസറി എന്ന് പറഞ്ഞു വരികയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ലോകം തന്നെ നന്നായി പോകില്ലേ ഡോക്ടർ? ഓഫ് കോഴ്സ്. ഡോക്ടർ എന്തേ പറയുന്നു? അതാണ് എൻ്റെ ഉത്കടമായ ആഗ്രഹം ഞാൻ പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എല്ലാവരും പോസിറ്റീവ് തിങ്കിങ് ഒക്കെ തുടങ്ങി ഇമോഷണൽ ഇൻ്റലിജൻസ് ഒക്കെ പഠിച്ച് വളരെ സൗമ്യമായി വിശദീകരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നൊരു ലോകം. അപ്പോൾ ഡോക്ടർ ദേഷ്യത്തിന് വേണ്ടി നമ്മൾ ഒരുപാട് സംസാരിച്ചു. ഡോക്ടറിൻ്റെ സംസാരത്തിൽ ഇത്രയും കേട്ടപ്പോൾ തന്നെ എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. നമുക്ക് ദേഷ്യത്തെക്കുറിച്ച് നമ്മൾ പറയാനുള്ളതെല്ലാം പറഞ്ഞോ? നമുക്ക് ദേഷ്യത്തിനെ പറ്റി സംസാരിക്കാൻ ഇതിനു വേണ്ടി മാത്രം ഒരു എപ്പിസോഡ് വേണം ചെയ്യാം. എനിക്കൊന്ന് അത്ര ഇമ്പോർട്ടൻ്റ് ആണത്, ഒരു ദേഷ്യം എന്ന് പറയുന്നത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ്. നമുക്ക് നമ്മുടെ പ്രേക്ഷകരോട് ചോദിക്കാം, നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ദേഷ്യത്തിന് വേണ്ടി മാത്രം ഒരു എപ്പിസോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഡോക്ടർ ഡോക്ടർ എന്തെങ്കിലും പറയണം നമ്മുടെ പ്രേക്ഷകരോട്? തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞതുപോലെ ഇത് എൻ്റെ ആഗ്രഹം എന്ന് ഞാൻ പിന്നെയും പറയുന്നുണ്ട്. ഇപ്പം ഇത്രയും നടന്ന ചർച്ച തന്നെ എൻ്റെ ആഗ്രഹം. എല്ലാവരും ഇപ്പം ആളുകളെല്ലാവരും ഇതുപോലെ പോസിറ്റീവായിട്ട് ഉണ്ടെങ്കിൽ നമ്മളൊരു സ്വർഗമാകും എന്ന് ചോദിച്ചു. അത് എൻ്റെ ആഗ്രഹവും അത് തന്നെയാണ്. എല്ലാവർക്കും നമ്മളുടെ ചിന്തകളാണ് നമ്മുടെ ഫീലിംഗ് ആണ് നമ്മുടെ ബിഹേവിയർ എന്ന് തിരിച്ചറിയാൻ കഴിയുക. നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കാനും പരിശീലിക്കുക. അതിലൂടെ നമ്മളെല്ലാവരും പോസിറ്റീവായി തീരുക. ഇതാണ് എൻ്റെ ആഗ്രഹം. വളരെ ലളിതമായാണ് നമ്മുടെ ആഗ്രഹം. ഈ പെർസ്യൂ ഹാപ്പിനെസ് വിത്ത് ഡോക്ടർ ശ്രീജിത്ത് എം ചെറുവിളാകം ഈ ഒരു സംരംഭം തന്നെ പോസിറ്റീവ് തിങ്കിങ്ങും ഹാപ്പിനെസ്സും എല്ലാം കൂടെ ചേർന്ന് ഇതൊരു ഫൺ എൻ്റർടൈൻമെൻറ്റ്, ഇറ്റ് വിൽ ബി ഗോയിങ് ടു ഡിഫറെൻറ്റ് ഡയമെൻഷൻസ് ഓൾ ടുഗെദർ. ഇനി വരുന്ന എപ്പിസോഡുകൾ ഇത് ജസ്റ്റ് സ്റ്റാർട്ടിംഗ് ആണ് നമ്മുടെ. സോ ഫാർ ഐ ഗെസ് നമ്മൾ ടച്ച് ചെയ്ത പ്രതലങ്ങളെല്ലാം ഇറ്റ്സ് വെരി ഡീപ്പ്. അതിനെപ്പറ്റി ഡീപ്പായിട്ട് സംസാരിക്കാനുണ്ട്. ആൻഡ് വി ഹാവ് എ ലോട്ട് ഓഫ് കണ്ടന്റ് റിയലി. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മുടെ പോഡ്കാസ്റ്റിൽ കേൾക്കണം കാണണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ യു ക്യാൻ ആക്ച്വലി സജസ്റ്റ് ഇൻ ദി കമൻറ്റ്സ് ആൻഡ് വി വിൽ റെസ്പോണ്ട് ടു ഇറ്റ് ഇമ്മീഡിയറ്റ്ലി. ഓക്കെ, സോ താങ്ക് യു വെരി മച്ച്. താങ്ക് യു.